റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PM3 കരാറിൽ മുൻനിലപാടിൽ മാറ്റമില്ല എന്ന മന്ത്രി KM ഷാജി. കരാറിൽ നിന്ന് എങ്ങനെ പിന്മാറണമെന്നാണ് ഉപസമിതി പഠിക്കുന്നത്. നിലവിൽ കരാർ മരവിപ്പിക്കാനോ കരാറിൽ നിന്ന് പിന്മാറാനോ സാധിക്കില്ല എന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ഒരു കരാറിൽ VD സതീശനോ സഖാവ് പിണറായി വിജയനോ ഒപ്പുവെച്ചാൽ അത് അവരുടെ ഒപ്പമല്ല, സ്റ്റേറ്റിൻ്റെ ഒപ്പാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടേ ചെയ്യൂ, ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട. പഠിക്കുന്നത് PM3 എന്താണെന്നല്ല, PM3യിൽ ഒപ്പിട്ട കരാറിൻ്റെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് അതിൽ നിന്ന് പോരാൻ പറ്റുക. ഞങ്ങൾ പോരാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്താ അതിൻ്റെ വഴി ഞങ്ങൾ പരിശോധിക്കുക. ഒരു സർക്കാർ ഒപ്പുവെച്ചു പണം ഇങ്ങോട്ട് അയക്കുകയും രണ്ടാമത്തെ പണം അയക്കാൻ അവർ വില്ലിങ്ങായി നിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ കരാർ മരവിപ്പിക്കാനുള്ള പ്രൊവിഷൻ എവിടെയാണ്? ഒരു സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചാൽ അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? എന്താ മരവിപ്പിക്കാൻ പ്രൊവിഷൻ? അങ്ങനെ പ്രൊവിഷൻ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പഠിച്ചേ ചെയ്യാൻ പറ്റും. എന്നാൽ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നതയുണ്ട്. മുതിർന്ന നേതാക്കളും MLA-മാരിൽ ചിലരും പദ്ധതി നടപ്പിലാക്കുന്നതിലെ എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയിൽ 3 കോൺഗ്രസ് മന്ത്രിമാർ വന്നതിലും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ ലീഗ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു. VS രഞ്ജിത്തും റഹീസ് റഷീദും ചേരുകയാണ്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, KM ഷാജിയാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ടത്. KM ഷാജിയുടെ മുൻ പ്രതികരണങ്ങൾ CPM-കാര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം വലിയ തോതിൽ വൈറലായത് ഒരുപക്ഷെ അത് പറഞ്ഞ കാലത്തായിരിക്കില്ല, ഇപ്പോഴായിരിക്കും. സ്വാഭാവികമായും ഇന്നലെ MSF അടക്കം അതിലൊരു എതിർപ്പ് അറിയിച്ചു. KM ഷാജി ഒരിത്തിരി PM3-ക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അത് KM ഷാജിയുടെ ഒരു പ്രസംഗ ശൈലി നമുക്കറിയാം. വേങ്ങരയിലൊരു തെരഞ്ഞെടുപ്പ് വേദിയിലാണ് അദ്ദേഹം ഈ PM3 കരാർ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കരാർ അങ്ങനെ കടലിലെറിയാൻ അത്ര എളുപ്പമല്ല എന്ന് ഷാജി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ PM3 എന്ന് പറയുന്ന പദ്ധതി എതിർക്കുന്നു എന്ന കാര്യത്തിൽ ഒരു നിലപാട് മാറ്റവുമില്ല. RSSന്റെ കാവ്യവൽക്കരണത്തിന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കരുത് എന്നുള്ളത് തന്നെയാണ് UDF-ന്റെയും ലീഗിന്റെയും നിലപാട്. പക്ഷേ 2 സർക്കാരുകൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ അതൊരു സർക്കാർ ഉണ്ടാക്കിയതാണെങ്കിലും മറ്റൊരു സർക്കാർ എത്തുമ്പോൾ ആ സർക്കാർ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് കരാറുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. PM3 പദ്ധതിയുടെ കരാർ അറബിക്കടലിൽ എറിയണം എന്നുള്ള പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കരാറിൽ നിന്ന് ഒഴിയാൻ. അതുകൊണ്ട് എങ്ങനെ ഒഴിയാം, ഒരു കരാറിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പോവാം, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കാം, ആ ഭവിഷ്യത്തുകൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഒരു സമിതി നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സമിതിയെ നിശ്ചയിച്ചതിൽ ആർക്കാണ് കുഴപ്പം? പഠിച്ചു മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. അത് UDF സർക്കാരിൻ്റെ നയമാണ്. ഒരു കാര്യവും എടുത്തു ചാടി ചെയ്യില്ല. അതിനൊരു പ്രത്യേക പഠനം ആവശ്യമുണ്ട്. ആ പഠനം എല്ലാ തീരുമാനങ്ങൾക്ക് പിറകിലും ഉണ്ടാവും. അത് PM3 പദ്ധതി ഒഴിയുന്നതിലും ഉണ്ടാകും. PM3 പദ്ധതി തെറ്റാണ്, അല്ലെങ്കിൽ PM3 പദ്ധതി UDF-ന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു കരാറിൽ നിന്ന് എങ്ങനെ പിന്മാറാം, അതിൻ്റെ സാങ്കേതികത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു സമിതിയെ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ പഠിച്ചു മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളത് UDF-ന്റെ നിലപാടാണ് എന്നുകൂടി മന്ത്രിയായ KM ഷാജി പറയുന്നു. റഹീസ് റഷീദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം. റഹീസ്, ഈ ഉപസമിതി യോഗം ഉടൻ തന്നെ ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ MSF-ഉം ഇന്ന് KM ഷാജിയും ഒക്കെ പറഞ്ഞത് എങ്ങനെ PM3-യിൽ നിന്ന് പിൻവാങ്ങാമെന്നതാണ് ഉപസമിതി ആദ്യം പരിശോധിക്കുക എന്നുള്ളതാണ്. ഉപസമിതിയിൽ കൂടുതൽ കോൺഗ്രസ് പ്രതിനിധികളാണ് ഉള്ളത് എന്നതിൽ ലീഗിനൊരു ആശങ്കയുണ്ടോ? ലീഗിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് മാത്രമല്ല, ലീഗ് നേതൃത്വത്തിൽ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞതിലും അവർക്ക് ആശങ്കയുണ്ട്. അതിൽ അവർ പറയുന്നത് ഇപ്പോൾ KM ഷാജി പറഞ്ഞതുപോലെയാണ് പാർട്ടി വിചാരിച്ചിരുന്നത്. ഈ പദ്ധതിയിൽ എങ്ങനെ പിൻവാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ഉപസമിതി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പദ്ധതി നടപ്പിലാക്കും, പദ്ധതിയിൽ സംഘപരിവാർ വൽക്കരണമുള്ള കാര്യങ്ങൾ മാറ്റി നടപ്പിലാക്കുക എന്ന നയമാണ് സർക്കാരിൻ്റെതെന്ന് ഇതിനകം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് ഉപസമിതി വെച്ചത് എന്നതാണ് ലീഗിന്റെ ആശങ്ക. അതിൽ അവർ കണക്ട് ചെയ്ത് പറയുന്നത് ഉപസമിതി വെച്ചപ്പോൾ 4 മന്ത്രിമാരാണ് ഉപസമിതിയിലുള്ളത്. അതിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ N ഷംസുദ്ദീൻ ഈ ഉപസമിതിയുടെ കൺവീനറായി. പിന്നെയുള്ള 3 മന്ത്രിമാരും കോൺഗ്രസിന്റെ മന്ത്രിമാരാണ്. സാധാരണഗതിയിൽ മന്ത്രിസഭാ ഉപസമിതിയിൽ ഘടകകക്ഷി മന്ത്രിമാർ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ 2 ലീഗിന്റെ മന്ത്രിമാർ ഇതിനകത്ത് വരണമായിരുന്നു. 3 മന്ത്രിമാർ വന്നതിലും ആശങ്കയുണ്ട്.
പല MLA-മാരും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഭൂരിഭാഗം MLA-മാരും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്ന നിലപാടെടുത്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ MLA-മാരുടെ, അതായത് മന്ത്രിമാരുടെയും MLA-മാരുടെയും പാർലമെന്ററി പാർട്ടി യോഗം നാളെ ലീഗ് വിളിച്ചിട്ടുണ്ട്. നാളെ നിയമസഭാ സമ്മേളനമായതുകൊണ്ട് MLA-മാരും മന്ത്രിമാരുമെല്ലാം തിരുവനന്തപുരത്തുണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ വെച്ചാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ PM ശ്രീ വിഷയം സജീവമായ ചർച്ചയാകും. ഒരു പക്ഷേ മന്ത്രിസഭാ ഉപസമിതിയിൽ എന്ത് ഡിസിഷൻ ലീഗ് എടുക്കണം എന്ന കാര്യത്തിലുള്ള തീരുമാനവും നാളെ ഉണ്ടാകും. അതിനു മുമ്പായി നേതാക്കളുടെ യോഗവുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. VS രഞ്ജിത്തും രാഹിദ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ്. ഉപസമിതി അല്പ ദിവസത്തിനകം തന്നെ യോഗം ചേരുമെന്നാണ് അറിയുന്നത്.